ഇപ്പോൾ എം.എ. റസാഖ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്, ഈ നാട്ടുകാരൻ കൂടിയാണ്. ശ്രീ എം.എ. റസാഖ്, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. അതിദാരുണമായ വിവരങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അറിയുന്നത്. ആ പ്രദേശത്ത് ഇത്തരത്തിൽ പല സ്കൂളുകളിൽ ആവർത്തിച്ചു വരുന്ന സംഘർഷങ്ങൾ പതിവാണെന്നാണ് കേൾക്കുന്നത്. പലപ്പോഴും മാതൃഭൂമി ന്യൂസ് തന്നെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഇങ്ങനെ സംഘർഷങ്ങൾ തുടർക്കഥ പോലെ നടക്കുന്നത്? ഇത് എളൈറ്റിൽ MJ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു വിദ്യാലയമാണ്. നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥികളും അതുപോലെ നല്ല അധ്യാപനവുമാണ് അവിടെ ഉണ്ടാകുന്നത്. നല്ല റിസൾട്ടാണ് അവിടെ ഉണ്ടാകാറുള്ളത്. MJ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഒരു ട്യൂഷൻ സെന്ററിൽ നടന്ന പരിപാടി, ആ പരിപാടിയിൽ അവർ വെച്ചിട്ടുള്ള എന്താ പറയുക, ഒരു മൊബൈലിൽ വെച്ചിട്ടുള്ള ഒരു പാട്ട് വളരെ പെട്ടെന്ന് മൊബൈൽ കറണ്ട് തീർന്നപ്പോൾ ഓഫാകുകയും, ഓഫായ സന്ദർഭത്തിൽ മറുഭാഗത്തുള്ളവർ അത് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന എന്താ പറയുക, അവർ കൂകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീടുണ്ടായിട്ടുള്ള സംഭവം സംബന്ധിച്ച് കൃത്യമായി പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. താമരശ്ശേരി പഞ്ചായത്തിലാണ് ഇത് ട്യൂഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നാലും അതിദാരുണമായ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കാൻ സാധിച്ചത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞത്. എന്നാലും സൗന്ദര്യപ്പണത്തിന്റെ ഭാഗമായി ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം ഈ എന്താ പറയാ, മരണത്തിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള വലിയ ഒരു സംഘടനകളായും അതുപോലെ സംഘർഷങ്ങളായും മാറുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ശ്രീ റസാഖ്, താങ്കൾ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് കൂടി ചോദിക്കട്ടെ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ കുട്ടികളുടെ മാനസിക നിലയിലുള്ള ഈ മാറ്റം, അക്രമവാസന തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ താങ്കളുടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ അക്രമം നടക്കുന്നതും ചുറ്റുപാടും ഈ കുട്ടികൾ ഇത്തരത്തിൽ പെരുമാറുന്നതുമൊക്കെ? അല്ല, അത് വളരെ അപൂർവമായി നമ്മൾ കേൾക്കാറുണ്ട്, ഇല്ലാന്നല്ല. എന്നാലും ഇതിൽ വളർന്നു വരുന്നത്, ഈ വാസന വല്ലാതെ വളർന്നു വരുന്നത്, ഈ സംഘർഷ അല്ലെങ്കിൽ സംഘടനകൾക്കുള്ളൊരു വാസന വല്ലാതെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വളരെ ബുദ്ധിപരമായി നേരിടേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഇന്ന് വിദ്യാർത്ഥികളെ നമ്മൾ അധ്യാപകർക്കാണെങ്കിലും, ഞാനൊക്കെ അധ്യാപക ജോലിയിൽ ഉണ്ടായിരുന്ന ആളാണ്. പണ്ട് കാലങ്ങളിലുള്ള ഗുരുശിഷ്യ ബന്ധമല്ല ഇപ്പം നിലനിൽക്കുന്നത്. പണ്ട് കാലങ്ങളിൽ അധ്യാപകർക്ക് കുട്ടികളെ എന്താ പറയാ, അവരെ അച്ചടക്കത്തിന്റെയും അത് മാത്രമല്ല പഠനത്തിന്റെയും കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായി ചെറിയ തോതിലൊക്കെ അവരെ ശാസിക്കാനൊക്കെയുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ശാസനയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി വിഷയങ്ങളാകുകയാണ്, എന്താ പറയാ, അന്വേഷണങ്ങളാകുകയാണ്, പരാതികളാകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ അങ്ങനെ ഒരു സൗഹൃദം നിലനിർത്തണം എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാലും അവർക്ക് എന്താ പറയുക, അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് ഒരു ബഹുമാനക്കുറവുണ്ട്. അത് മാത്രമല്ല, ഒരു പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകരെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയല്ല, ഒരു ബഹുമാനവും അതോടൊപ്പം ഒരു ഭയവും ഉണ്ടായിരുന്നു. അത് പോയിട്ടുണ്ട്. ശ്രീ റസാഖ്, ഇപ്പോ അധ്യാപകരെ പേടിയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറ മാത്രമല്ല, മറ്റു പലരും ചോദിക്കുന്നത് എന്തിനാണ് ഒരാളെ പേടിക്കുന്നത് എന്നാണ്. പക്ഷേ അതിലൊക്കെ ഒരു നന്മയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ മുന്നിൽ കാണുന്നതൊക്കെയും. വളരെ നന്ദി ശ്രീ റസാഖ്, ഒപ്പം ചേർന്നതിന്.